എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും അറിവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. നമ്മൾ കുറേ നേരം വെള്ളം നനഞ്ഞാൽ നമ്മളുടെ വിരലുകളെല്ലാം ഈ ഭാഗത്ത് എല്ലാം ചുളിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ നേരം വെള്ളം നനഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം. കുളത്തിലോ നദിയിലോ മറ്റോ നീണ്ട കുളി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിരലുകളൊക്കെ ചുളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിരലുകളിലെ ചർമ്മത്തിനുള്ളിലെ വെള്ളം കയറുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു സംശയമുണ്ട്. എന്നാൽ ഉള്ളിലേക്ക് വെള്ളത്തിനെന്നല്ല ഒരു ദ്രാവകത്തിനും കയറാനാവാത്ത തരത്തിലുള്ള ഒരു സുരക്ഷാ കവചമാണ് ചർമ്മം എന്നതാണ് വാസ്തവം. അപ്പൊ പിന്നെ യഥാർത്ഥ കാരണം എന്താണ്? വിരലുകളുടെ അഗ്രഭാഗങ്ങൾക്കുള്ളിലെ ദ്രാവകം, അതായത് ഇതിൽ നമുക്കെല്ലാം ഒരു ദ്രാവകം ഉണ്ടല്ലോ, അത് ഫ്ലൂയിഡാണ്. അത് കുറയുന്നതാണ് യഥാർത്ഥത്തിൽ ചുളിവുകൾ ഉണ്ടാവാനായിട്ട് കാരണം. അപ്പോൾ ഒരു സംശയം യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും തോന്നും, അല്ലെങ്കിൽ ഒരു വിരോധാഭാസമായി തോന്നും. ചർമ്മത്തിന് പുറത്ത് ജലവുമായി വിരലുകൾ കോണ്ടാക്റ്റിൽ ആയിരിക്കുമ്പോൾ ഉള്ളിലെ ദ്രാവകം എങ്ങനെ കുറയും എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് നമുക്ക് വരും. നമ്മുടെ വിരലുകൾക്കുള്ളിലെ ചുളിവുകൾ നിയന്ത്രിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്, അതായത് നെർവസ് സിസ്റ്റം. നാഡി സിഗ്നലുകളാണ് വിരൽത്തുമ്പിയിലെ രക്തക്കുഴലുകൾ ചുരുങ്ങാൻ കാരണമാകുന്നത്. വിരൽത്തുമ്പിനുള്ളിലെ ഫ്ലൂയിഡിന്റെ അളവ് കുറയുന്നതിന് കാരണം സത്യത്തിൽ ഈ പ്രവർത്തനമാണ്. ഏറെക്കുറെ സാമ്യമുള്ള ഒരു ഉദാഹരണം നമുക്ക് ഒന്ന് പറയാം. അതായത് നമ്മൾ മുന്തിരി ഉണക്കിയെടുത്തത് നമുക്ക് കണ്ടിട്ടുണ്ടാവുക, അതിനെക്കുറിച്ച് നമുക്ക് അറിയുകയും ചെയ്യാം. ഉണങ്ങുമ്പോൾ അത് ചുളിവുകളുള്ള ഉണക്കമുന്തിരി ആയിട്ട് മാറുന്നത് നമുക്കാവും. അതായത് മുന്തിരിയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വീർത്തിരിക്കും. ഉണങ്ങിക്കഴിഞ്ഞാൽ വെള്ളം പോയി കഴിഞ്ഞാൽ അത് ഉണക്കമുന്തിരി, അതായത് ചുളിവുകൾ ഉള്ളത് ഉണക്കമുന്തിരിയായിട്ട് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് മുന്തിരിപ്പഴത്തിനുള്ളിലെ ഫ്ലൂയിഡ് ഇല്ലാതാകുന്നത് ആണ് അതിന് കാരണം. ഏതാണ്ട് അതുപോലെ തന്നെയാണ് വിരലിൻ്റെ കാര്യം. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ചുളിയുന്ന മെക്കാനിസം എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ചുളിവുകൾ നമ്മെ അതിജീവിക്കാൻ സഹായിച്ചത് എങ്ങനെ എന്നുള്ള കാര്യം, അതായത് കുറെ കാലമായി നിലനിൽക്കുന്ന ചോദ്യമാണെങ്കിലും ചില വിശദീകരണങ്ങൾ ഇന്ന് ഗവേഷകർക്ക് ഇതിനെക്കുറിച്ച് നൽകാനാവുന്നുണ്ട്. അതായത് 2011 നടത്തിയ ചില ഗവേഷണ ഫലങ്ങൾ അനുസരിച്ച് വെള്ളത്തെ പൂർണ്ണമായി കൈയുടെ പ്രതലത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് വിരലുകളിൽ ഇങ്ങനെയൊരു രൂപമാറ്റം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് വസ്തുക്കളും ആയുധങ്ങളും മറ്റും മുറുകെ പിടിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മറ്റുള്ള ജീവികൾക്ക് അങ്ങനെ കൈകൊണ്ടൊന്നും വസ്തുക്കൾ പിടിക്കാനുള്ള ഒരു കഴിവില്ല. അപ്പോൾ മഴ സമയത്തും അല്ലെങ്കിൽ കൂടുതലായിട്ട് വെള്ളത്തിൽ ഏർപ്പെടുന്ന സമയത്തും ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉപയോഗിക്കാനും, കൂടാതെ നദിയോ അരുവികളിൽ നിന്നോ ഭക്ഷണം ശേഖരിക്കുമ്പോഴും കൈകളുടെ ഈ രൂപമാറ്റം മനുഷ്യന് നന്നായിട്ട് ഉപകരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വിരലുകളുടെ ചുളിവുകൾ നമ്മുടെ പൂർവികരുടെ അതിജീവനത്തെ സഹായിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കയ്യിൽ നനവുള്ളപ്പോഴും വസ്തുക്കളെ മുറുക്കി പിടിക്കാൻ, കൈക്ക് ഒരു ഗ്രിപ്പ് ലഭിക്കാനാണ് ഈ ഒരു കഴിവ് മനുഷ്യന് ഉണ്ടായി വന്നിട്ടുള്ളത്. അതായത് കാലങ്ങളായിട്ട് ഉണ്ടാക്കി വന്നിട്ടുള്ള ഒരു കഴിവാണിത്. ഞരമ്പുകൾ ഡാമേജ് ഉണ്ടെങ്കിൽ ഈ ചുളിവ് ഉണ്ടാകില്ല. അതായത് നെർവ് മസാജ് അപ്പോൾ ലഭിക്കില്ല. ഈ സമയത്ത് വളരെ നേരം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും ചുളിവുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ ആ ആവാസ വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മളുടേതായ ബോഡിയെ ഒരു എനർജറ്റിക് ആക്കാനായിട്ട് പ്രകൃതി തന്നെ നമുക്ക് നൽകിയ ഒരു സവിശേഷമായ കാര്യമാണ് ചുളിവുകൾ ഉണ്ടാവുക എന്നുള്ളത്.